അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാവപ്പെട്ട സാധു മനുഷ്യരുടെ വലിയ ഒരു ആഗ്രഹമാണ് ഒരു വീട് ഉണ്ടാക്കണം എന്നത്. 5 സെൻറ്റ് സ്ഥലം വാങ്ങി കഷ്ടപ്പെട്ട് ഒരു വീട് വെക്കാൻ വളരെയധികം പരിശ്രമിക്കുകയാണ് അവർ. വീടിന് കുറ്റിയടിക്കണം, അത് നിർബന്ധമാണ്. കാരണം അളവും വലിപ്പവുമൊക്കെ ശരിയാക്കണമല്ലോ. എന്നാൽ ഞാൻ സുന്നിയാണ് എന്ന് പറയുന്ന, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഇവന്മാർ തന്നെ ആശാരിയെ കൊണ്ട് കുറ്റി അടിപ്പിക്കുന്നു. ആശാരി കുറ്റിയടിച്ചാൽ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് ആശാരി കുറ്റിയടിച്ചാലേ ഇവർക്ക് മനസ്സിന് സമാധാനമുണ്ടാവുകയുള്ളൂ. എവിടെയാണ് ഇവർക്ക് പ്രവാചകനെ സ്നേഹമുള്ളത്? ഇവരുടെ ഷഹാദത്ത് എന്താണ്? എന്നിട്ട് ആശാരി പറയുന്നു, അടുക്കള അങ്ങോട്ട് നീളാൻ പാടില്ല, ബെഡ്റൂം കുറച്ച് മുന്നിൽ വരണം, ഈ ഭാഗത്ത് ചുമര് വരാൻ പാടില്ല, അവിടെ പോക്ക് വരവുണ്ട് എന്ന്. ഇത് വിശ്വസിക്കുന്ന സുന്നി, എന്താണ് നിൻ്റെ വിശ്വാസം? എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ഞങ്ങൾ മുവഹിദുകളാണ്, ഞങ്ങൾ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്, ഞങ്ങൾ ശിർക്ക് ചെയ്യാത്തവരാണ് എന്ന് പറയുന്ന മുജാഹിദുകളും പിന്നോട്ടല്ല. അവർക്കും ഈ അന്ധവിശ്വാസങ്ങളുണ്ട്, എമ്പാടുമുണ്ട്. എന്നാൽ ഇത്തരം വിഷയത്തിൽ അന്ധവിശ്വാസമില്ലാത്ത നിരവധി സുന്നികളും മുജാഹിദുകളുമുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ. അവരെയല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഇത്തരത്തിൽ അന്ധവിശ്വാസങ്ങൾ പേറി നടക്കുന്നവർ എന്തിനാണ് ഞങ്ങൾ സുന്നികളാണ് അല്ലെങ്കിൽ ഞങ്ങൾ മുജാഹിദുകളാണ് എന്ന് പറയുന്നത്? ഈ കാര്യത്തിൽ 2 കൂട്ടരും കട്ടക്ക് കട്ടയാണ്. എന്നാൽ അത്ഭുതം പറയട്ടെ, വീട് പണി കഴിഞ്ഞ് പള്ളിയിലെ ഉസ്താദിനെ കൊണ്ടുവരും. എന്നിട്ട് കക്കൂസിന് സ്ഥാനം നോക്കും. ഉസ്താദ് പറയും, ഇവിടെ കന്നിമൂലയാണ്, കക്കൂസ് പറ്റൂല എന്ന്. ഈ പുരക്കാരൻ ആകെ ബേജാറാകും. കാരണം 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, വേറെ ഒരു സ്ഥലവും കക്കൂസ് കുത്താനുള്ള പറ്റിയ സ്ഥലമില്ല. ഇനി എവിടെ കക്കൂസ് കുത്തും? വേറെ എവിടെയും സ്ഥലവുമില്ല. കാരണം 4 സെൻറ്റ് സ്ഥലത്താണല്ലോ ഒരു കൊച്ചു വീട്. ഉസ്താദിനോട് ഇനി എന്താ മാർഗം എന്ന് ചോദിക്കും. ഉസ്താദ് പറയും, ഇനി ഒരു മാർഗവുമില്ല, പുരയുടെ ഇടതുവശത്തേ പറ്റൂ, അവിടെയാണെങ്കിൽ വീടിൻ്റെ ബെഡ്റൂമുമാണ്. ഇനി ഒരൊറ്റ കാര്യം ചെയ്യാനുള്ളൂ, ബെഡ്റൂമിൻ്റെ ഉള്ളിൽ കക്കൂസ് കുത്താം. ഒരുപാട് പണം മുടക്കി ഈ പാവം മനുഷ്യൻ ഉസ്താദ് പറഞ്ഞത് കേൾക്കുന്നു. കാരണം ഉസ്താദല്ലേ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ കൽപ്പനയായിരിക്കും, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ നിർദ്ദേശമായിരിക്കും എന്നാണ് ഈ സാധാ മനുഷ്യർ വിചാരിക്കുന്നത്. ഇങ്ങനത്തെ അന്ധവിശ്വാസമുള്ള പള്ളിയിലെ ഉസ്താദുമാർ ഇന്നുമുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കടത്തിൽ കുളിച്ച ആ മനുഷ്യനെ വീണ്ടും കൂടുതൽ അന്ധവിശ്വാസങ്ങൾ പറഞ്ഞ് വീടിൻ്റെ സ്ഥാനങ്ങൾ മാറ്റിക്കാനും, അതല്ലെങ്കിൽ കക്കൂസിൻ്റെ കുഴി മാറ്റിക്കാനും, അതല്ലെങ്കിൽ കക്കൂസ് പൊളിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനൊക്കെ പറയുമ്പോൾ എന്തൊരു വലിയ അപകടമാണ്, എന്തൊരു അന്ധവിശ്വാസമാണ് നിങ്ങൾ ഇവരെ പറഞ്ഞ് പറ്റിക്കുന്നത്. വാസ്തവത്തിൽ ഇതിന് അള്ളാഹുവിനോട് നിങ്ങൾ കൈകെട്ടി മറുപടി പറയേണ്ടി വരില്ലേ? എന്നാൽ ഒരു തമാശ കേൾക്കണോ?
ഈ അടുത്തായി പള്ളിയിലെ ഉസ്താദ് കക്കൂസിന് സ്ഥാനം നോക്കാൻ വന്നു. അയാൾ പറഞ്ഞു അത് കന്നിമൂലയാണ്, അവിടെ വേണ്ട. ഞാൻ ആ വീട്ടുകാരോട് പറഞ്ഞു അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലെന്ന്. പക്ഷേ വീട്ടുകാർ കേൾക്കുമോ? കാരണം ഖാദിയല്ലേ പറയുന്നത്. ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. ഒരു ഖാദി ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ കന്നിമൂലയാണ്, ഇവിടെ കക്കൂസ് കുത്താൻ പാടില്ല, ഇവിടെ ഈ ഭാഗത്ത് കിണർ കുഴിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അയൽവാസികൾ പറഞ്ഞു കൊടുത്താൽ എങ്ങനെ അവർ അംഗീകരിക്കും? കാരണം പള്ളിയിലെ ഉസ്താദല്ലേ ഈ പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഉസ്താദുമാർ വാസ്തവത്തിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ പോകേണ്ടവരല്ലേ? അനുഭവം പറയട്ടെ. ഞാൻ പറഞ്ഞു പേരോട് ഉസ്താദ് പറയുന്നുണ്ട്. പേരോട് ഉസ്താദ് മാത്രമല്ല, നിരവധി പണ്ഡിതന്മാർ പറയുന്നുണ്ട്, എല്ലാ വിഭാഗത്തിലെ ആളുകളും പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇവർ നമുക്ക് തരുന്ന മറുപടി എന്താണെന്നറിയോ? അത് നിങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്, അവരെപ്പറ്റി കളവ് പറയുകയാണ്. പേരോട് അങ്ങനെ പറയില്ല, അതല്ലെങ്കിൽ പണ്ഡിതന്മാരങ്ങനെ പറയില്ല, അവർക്ക് കന്നിമൂലയിൽ കക്കൂസ് കുത്താൻ പാടില്ല എന്നവർക്കറിയാം. ഇങ്ങനെയാണ് നമ്മുടെ സത്യവിശ്വാസികൾ പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം മുഅ്മിനുകളെ. ഈ അന്ധമായ വിശ്വാസം ഒരിക്കലും നമുക്കുണ്ടാവാൻ പാടില്ല. നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ. ഇനി കേൾക്കണം, ഒട്ടും കമ്മിയല്ല മുജാഹിദുകളും. അവരുടെ മൗലവിമാർ കന്നിമൂലയെ പറ്റി പറയും ആ വിശ്വാസം ശരിയല്ല എന്ന്. കന്നിമൂലയിൽ കക്കൂസ് കുത്തിയാൽ എന്ത് കുഴപ്പമാണുണ്ടാവുന്നത്? അതാരാണ് പഠിപ്പിച്ചത്? അള്ള പറഞ്ഞതാണോ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണോ എന്നൊക്കെ അവർ വലിയ ശബ്ദത്തിൽ പറയും. എന്നാൽ മൗലവിമാർ കന്നിമൂല നോക്കി കുറ്റിയടിക്കാൻ പോകാറില്ല. അവരുടെ അനുയായികളിൽ അധികവും കന്നിമൂല അന്ധവിശ്വാസമാണ് എന്ന് പറയുന്നുവെങ്കിലും അവർക്ക് ഒരു പുരപ്പണിയെടുക്കുമ്പോൾ ഈ അന്ധവിശ്വാസങ്ങൾ മുഴുവൻ അവർക്കുമുണ്ട്. ഇതാണ് രണ്ട് വിഭാഗത്തിൻ്റെയും വിശ്വാസം. എന്നാൽ രണ്ട് വിഭാഗം പണ്ഡിതന്മാരും പറയുന്നു ഈ അന്ധവിശ്വാസങ്ങൾ നമുക്ക് വേണ്ട എന്ന്. ഇത് അള്ളയും റസൂലും പഠിപ്പിച്ചതല്ല എന്ന് ഇരു വിഭാഗം ആളുകളും പറയുന്നുണ്ട്. അതുകൊണ്ട് ചിന്ന മുസ്ലിയാക്കന്മാർ ഈ അന്ധവിശ്വാസത്തിന് ഇനിയും വെള്ളവും വളവും കൊടുത്ത് വളർത്തരുത് എന്ന് ഒരു അപേക്ഷയാണ്. പട്ടിണി പാവങ്ങൾ കടവും കള്ളിയും വാങ്ങി പുരപ്പണി കഴിഞ്ഞ് അവസാനം ചില പുരോഹിതന്മാർ കക്കൂസ് അവിടെ പാടില്ല, ഇവിടെ ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ് അത് പൊളിപ്പിക്കുന്നത് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് അവർ ആ പണി തീർത്തത്. അള്ളാഹുവിനോട് മറുപടി പറയണം ഈ പുരോഹിതന്മാർ. മുജാഹിദാണ്, ഞാൻ മുജാഹിദിൻ്റെ എല്ലാമാണ് എന്ന് ഊറ്റം കൊള്ളുന്നവർ, എന്ന് പറഞ്ഞ് നടക്കുന്നവർ വരെ വീട്ടിൽ ബറക്കത്തില്ലാത്തതിൻ്റെ പേരിൽ കക്കൂസ് മാറ്റിയത് എനിക്കറിയാം. അന്ധവിശ്വാസങ്ങൾ വലിച്ചെറിഞ്ഞ് അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വിഭാഗവും വലിച്ചു കീറുമ്പോൾ ആദ്യം സ്വന്തം അനുയായികളെ ശരിയാക്കാൻ ശ്രമിക്കുക. ഇത് ഒരു ഉപദേശം മാത്രമാണ്, വെറുക്കാനോ കുറ്റം പറയാനോ അല്ല. അള്ളയും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നിർദ്ദേശിച്ചത് എന്താണോ അതനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ നമ്മളൊക്കെ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളോടുകൂടെ, സ്വാലിഹീങ്ങളോടുകൂടെ, അമ്പിയാക്കളോടുകൂടെ, ഔലിയാക്കളോടുകൂടെ അള്ളാഹു അവൻ്റെ സ്വർഗത്തിൽ സാധുക്കളായ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.